ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യു ആർ വാച്ചിങ് കാവ്യ ടോക്കീസ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ഡിഷാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ വെൽക്കം ടു മൈ വീഡിയോ. വെറും 2 സാധനങ്ങൾ, മെയിൻ ആയിട്ട് 2 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് 2 സാധനം, ബ്രൊക്കോളി ആൻഡ് എഗ്. ഈ 2 ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ പറക്കി കഴിക്കാം, അല്ലെങ്കിൽ ചോറിനൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചപ്പാത്തിയിലൂടെ ഇങ്ങനെ റോൾ ചെയ്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ സംഭവം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ബ്രൊക്കോളി ഇത്ര യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ്. നമ്മുടെ കേരളത്തിലെ അടുക്കളകളിൽ അധികം കാണാത്തൊരു സംഭവമാണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. കാരണം നാട്ടിൽ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു. ഇവിടെയും അത്യാവശ്യം വിലയുണ്ട്, എന്നാലും ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ നെസ്റ്റോയിലും ലുലുവിലും ഒക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്ന കാണാം. സോ ഇങ്ങനെയൊക്കെയാണ് ബ്രൊക്കോളി വരുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ തണ്ടൊക്കെ കാണും. അപ്പം ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത് ശരിക്കും ആ ചെടിയുടെ ഒരു ഫ്ലവർ ആണല്ലോ. കോളിഫ്ലവറും ബ്രൊക്കോളിയൊക്കെ അതിന്റെ ഫ്ലവർ പാർട്ട് ആണ്. അപ്പൊ എഡിബിൾ ആയിട്ടുള്ള ഫ്ലവർ പാർട്ട് ആണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഞാൻ ഒരു സയൻസ് ടീച്ചറായി മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി എഗ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈ പോലെ, അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടി പോലെ ഒരു സംഭവമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ബ്രൊക്കോളി ഇത് നന്നായിട്ട് കഴുകുക ഇൻ ദ സെൻസ് ഇതില് മേ ബി ഇതിനകത്ത് വല്ല പ്രാണികളോ പുഴുവോ വല്ലോ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ ഇത് നമ്മൾ നല്ല വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകുക. ആൻഡ് ഇത് ഓൾറെഡി ഞാൻ കഴുകി എടുത്ത ബ്രൊക്കോളിയാണ്. ഇത് നമുക്കിനി കട്ട് ചെയ്യണം, വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. കാരണം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല, ഈ കാണുന്ന തണ്ട് പോലെയുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല. സോ ഇത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ ഇവിടെ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ലെവല് നമുക്കിത് ഫുൾ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. ഇത്രയും ബ്രൊക്കോളിക്ക് 2 മുട്ട മതിയാവും. അപ്പം ബ്രൊക്കോളിയും മുട്ട പൊട്ടിക്കണം, ഒന്ന് അടിച്ചു വെക്കണം. ആൻഡ് ദിസ് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വരാം. ബ്രൊക്കോളി നല്ല ചെറുതായിട്ട്, മീൻസ് ഇത്ര ഒരു അളവിൽ നമ്മൾ ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിന് വളരെ കുറച്ച് സവാള ആവശ്യമാണ്. സവാള കുറച്ച് ഈ ഒരു പരുവത്തിന് നമ്മൾ അരിയാം. ചെറുതായിട്ട് അരിയണമെങ്കിൽ ചെറുതായിട്ട് അരിയാം, നീളത്തെ അരിയണമെങ്കിൽ നീളത്തെ അരിയാം. എന്തായാലും നമുക്കിത് കടിക്കാൻ സവാള കിട്ടും, അത്രേ ഉള്ളൂ. സോ ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് നമ്മളുടെ മുട്ട നമ്മളിങ്ങനെ 2 മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. കാണുന്നില്ല, മുട്ട അടിച്ചിട്ട് നമ്മളിതിങ്ങനെ നല്ല പതാപ്പിച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ആൻഡ് പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി, ഉപ്പ്, ദെൻ നമ്മുടെ എണ്ണ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ. ദെൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് അറിയാലോ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുന്നു, ചില്ലി ഫ്ലെക്സ് ഇടുന്നു. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇടുക. ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. സവാള ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇങ്ങനെ മറ്റേ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട. ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബ്രൊക്കോളി ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള കുറച്ച് വഴഞ്ഞു വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ബ്രൊക്കോളി ആഡ് ചെയ്യാം. ബ്രൊക്കോളി ഇട്ട ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൊക്കോളി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം നമ്മളിത് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഇതൊന്ന്
വേവാനായിട്ട് ടൈം എടുക്കും. 4 minutes കഴിയുമ്പോൾ നമ്മുടെ ബ്രൊക്കോളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഓൾറെഡി ഒഴിച്ച കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവും. അത് നമ്മളിങ്ങനെ തുറന്നു വെച്ച് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പേസ് നടുക്കുണ്ടാക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കുക. മുട്ടയിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇതൊരു 1 minute നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നടുക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി ഇളക്കി നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കത്തില്ലേ അതുപോലെ സെറ്റ് ചെയ്യാം. മുട്ട ബ്രൊക്കോളി ആയിട്ട് നല്ല മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ബ്രൊക്കോളി എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രൊക്കോളി എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെറിയ ചൂടോടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ പകുപകു കഴിക്കാം. ആൻഡ് ഇതിൽ ഇപ്പം മുട്ട എന്ന് പറയുന്ന സാധനം ഹെൽത്തി ആയിട്ടൊരു സാധനമാണ്. ബ്രൊക്കോളിയും ഹെൽത്തി ആയിട്ടൊരു സാധനമാണ്. വെൽ കുക്ക്ഡ് ആണ്. 4 minutes മതി നമുക്ക് ആ ബ്രൊക്കോളി കുക്കായിട്ട് വരാനായിട്ടും. ഓവറായിട്ട് കുക്ക് ചെയ്ത് ചാളമാക്കേണ്ട കാര്യമില്ല. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ റോളായിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് അങ്ങനെ കഴിക്കാം. ഇനി വെറുതെ ഇങ്ങനെ പറക്കിത്തിരണോ അങ്ങനെ കഴിക്കാം. അങ്ങനെ ഒരു അടിപൊളി ഡിഷാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കാം. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, കമന്റ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് വീണ്ടും പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.